ലോക കേരള സഭയുടെ 5ാം സമ്മേളനം തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ നാടിന്റെ വികസനത്തിലേക്ക് സംസ്ഥാന സർക്കാർ ചേർത്ത് വെക്കുന്നു. അവരെ കൂടി കേട്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ സർക്കാർ നവകേരളത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ലോക കേരള സഭയുടെ ഏറ്റവും വലിയ ആശയമെന്ന് പറയുന്നത്. ഇന്നും നാളെയും നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ലോക കേരള സഭ നടപടികൾ നടക്കും. വിവിധ സെഷനുകൾ ഉണ്ടാകും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 7 മേഖലാ സമ്മേളനങ്ങൾ നടക്കും എന്നതാണ് അതിന്റെ ഒരു സമ്മേളന നടപടിക്രമം എന്ന് പറയുന്നത്. വിവരങ്ങളുമായി കമലേഷ് തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കമലേഷ്, ലോക കേരള സഭയുടെ സെഷനുകൾ ഇന്ന് തുടങ്ങുകയാണ്. പ്രധാനപ്പെട്ട സെഷനുകൾ ഏതൊക്കെയാണ്? 7 മേഖലാ സമ്മേളനങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് എപ്പോഴാണ് സെഷനുകൾ ഉദ്ഘാടനം ചെയ്യുക? മനു, അല്പസമയത്തിനകം, അതായത് ഒരു 10 മണിയോട് കൂടി തന്നെ ഇതിൻ്റെ പരിപാടികളെല്ലാം തന്നെ ആരംഭിക്കും. അതായത് വിവിധ സെഷനുകൾ ആരംഭിക്കും. ഇതിൻ്റെ 2 ദിവസങ്ങളിലായാണ് ഈ ലോക കേരള സഭയുടെ നടപടികളെല്ലാം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് മാത്രം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് ലോക കേരള സഭയുടെ 5ാം പതിപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ഏതായാലും കേരളത്തിൻ്റെ സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഒരു നയരൂപവൽക്കരണത്തിൽ പ്രവാസികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ വൈദഗ്ധ്യവും നൈപുണ്യവും ഒക്കെ തന്നെ ഉൾച്ചേർത്തുകൊണ്ട് ആ വികസന കാഴ്ചപ്പാടുകൾ നടപ്പാക്കുന്ന അല്ലെങ്കിൽ അതിന് രൂപം നൽകുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ ലോക കേരള സഭ വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നത് വിദേശ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രവാസികളായിട്ടുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ, അവരുടെ ഇൻകം എന്ന് പറയുന്നത് തന്നെയാണ് കേരളത്തിലേക്ക് വരുന്നത്. അതിലൂടെ തന്നെയാണ് കേരളം ഒരു പരിധിവരെയും മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായും ഈ വിദേശത്ത് ഉൾപ്പെടെയുള്ള ഈ മലയാളികളായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വൈദഗ്ധ്യം, പല മേഖലകളിലുള്ളവരുടെ വൈദഗ്ധ്യം, അവരുടെ നൈപുണ്യമൊക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ആ നിലയിൽ കേരളത്തിൻ്റെ വികസന നയരൂപവൽക്കരണത്തിൽ ഏറ്റവും നിർണായകമായൊരു സ്വാധീനമായി പ്രവാസികളെ മാറ്റുക, അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളം മുന്നോട്ട് നടക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് കഴിഞ്ഞ 4 തവണകളിലായി ലോക കേരള സഭ നടന്നിട്ടുള്ളത്. അതിൻ്റെ 5ാം പതിപ്പാണ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും വിവിധ വിഷയങ്ങളിൽ വിവിധ സെഷനുകൾ നടക്കുന്നു. അതുപോലെ തന്നെ വിവിധ മേഖലാ സമ്മേളനങ്ങൾ, 7ഓളം മേഖലാ സമ്മേളനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ആദ്യ കേരള സഭ, ലോക കേരള സഭ നടക്കുന്ന ഘട്ടത്തിൽ 35 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ ലോക കേരള സഭയുടെ ഭാഗമായത്. പക്ഷേ നിലവിലിപ്പോൾ 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ ഈ ലോക കേരള സഭയ്ക്ക് പ്രവാസികൾ നൽകുന്ന ഒരു അംഗീകാരം കൂടിയായി അതിനെ കാണണം എന്നുള്ളതാണ്. അതോടൊപ്പം പ്രവാസികൾ എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന് പുറത്തുള്ള 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടി ഈ ലോക കേരള സഭയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 10 മണിയോട് കൂടി ഇതിൻ്റെ സെഷനുകളെല്ലാം തന്നെ ആരംഭിക്കും. അതോടൊപ്പം 2 ദിവസങ്ങളിലായാണ് ഈ ലോക കേരള സഭ നടക്കുന്നത്. അതിൽ 8ഓളം സെഷനുകളും അതുപോലെ തന്നെ 7ഓളം മേഖലാ സമ്മേളനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കും എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രവാസികളെ ചേർത്ത് വെച്ചുകൊണ്ട് കേരളം ഏത് നിലയിൽ മുന്നോട്ട് പോകണം എന്നതിൻ്റെ ഒരു രൂപരേഖയാണ് ലോക കേരള സഭ തയ്യാറാക്കുക. ആ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കും. ഏതായാലും 2 ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായി കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ തന്നെ വലിയ നിലയിലുള്ളൊരു മുന്നേറ്റമായിരിക്കും ലോക കേരള സഭയിലൂടെ നാം നടത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതേസമയം ഇതിനകത്തുകൂടി, അതായത് ഇത് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല, കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ള, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് ലോക കേരള സഭ. ആ നിലയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ അതിനെ ഏറ്റെടുക്കേണ്ടതായിരുന്നു, പ്രതിപക്ഷം കൂടി അതിൻ്റെ ഭാഗമാകേണ്ടതായിരുന്നു. പക്ഷേ അവിടെയും രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ ഈ ലോക കേരള സഭയെ ബഹിഷ്കരിക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആ നിലയിൽ തന്നെയാണ് ഇപ്രാവശ്യവും അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷം ഇതിൻ്റെ ഭാഗമാകുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്പീക്കർ എൻ ഷംസീർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷം അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതായത് ഇത് കേരളത്തിനാകെ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷവും ഉണ്ടാകേണ്ടതായിരുന്നു. പ്രവാസികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമുള്ള ആളുകളല്ല. അതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മറ്റെല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് വിഭാഗങ്ങളുടെയും ഒക്കെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ പ്രവാസികളായി ജീവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സംരംഭം
സംരംഭമാണ് ലോക കേരള സഭ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷം കൂടി ഇതിൻ്റെ ഭാഗമാവേണ്ടതായിരുന്നു. പക്ഷേ അവിടെ പോലും രാഷ്ട്രീയം കളിച്ച് എന്തെങ്കിലും ഒരു നേട്ടം കേരളത്തിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ തവണയും കണ്ടു. ഇത്തവണയും സമാനമായ നിലയിലേക്കുള്ളൊരു സമീപനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വ്യാപകമായി പ്രവാസികൾക്കിടയിൽ പോലും വലിയ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് എന്നതും കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും വളരെ മനോഹരമായി തന്നെ 2 ദിവസങ്ങളിലായി ഇന്നും നാളെയുമായി ലോക കേരള സഭ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കാൻ പോവുകയാണ്. സമഗ്രമായി പങ്കുവച്ചത് ഒരു കാര്യം ഓർത്തു നോക്കൂ. ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ലോക കേരള സഭയുടെ വാർത്തകളൊക്കെ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഈ ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് ധൂർത്താണ്. അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും ആക്ഷേപം ഉന്നയിച്ചവരാണ് ഈ നാട്ടിലെ പ്രതിപക്ഷവും ഈ നാട്ടിലെ മാധ്യമങ്ങളും. പ്രതിപക്ഷം പക്ഷേ ഇപ്പോഴും നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല. അവർ അതിൽ പങ്കുചേരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നാട്ടിലെ എല്ലാ കൂട്ടായ്മകളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണല്ലോ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇത്തവണയും ആവർത്തിക്കുന്നു എന്ന് മാത്രമേ നമുക്കതിൽ കാണാൻ കഴിയുന്നുള്ളൂ.